നമസ്കാരം. കഴിഞ്ഞ തവണ ഏതാണ്ട് 1.25 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച രമ്യ ഹരിദാസ് ആലത്തൂരിൽ തോറ്റതല്ല, തോൽപ്പിച്ചതാണ് എന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ ഒരുപോലെ വിശ്വസിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ. CPIM-ന് VT ബൽറാം എന്ന നേതാവ് ദാനമായി കൊടുത്തതാണ് ആലത്തൂർ എന്നാണ് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്നോട് പറഞ്ഞത്. തന്നെ തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് നേതാക്കൾ കച്ചകെട്ടിയിറങ്ങിയതിൻ്റെ സങ്കടപ്പെടുത്തുന്ന കഥകൾ എന്നെങ്കിലും രമ്യ ഹരിദാസ് തുറന്നു പറയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്രമാത്രം വലിയ അവഗണനയാണ് കോൺഗ്രസ് നേതാക്കൾ രമ്യയ്ക്ക് കൊടുത്തത്. അല്ലെങ്കിൽ കോൺഗ്രസ് തരംഗം ആഞ്ഞു വീശുമ്പോൾ രമ്യ ഹരിദാസ് തോൽക്കേണ്ടതില്ല. പാലക്കാട്ടും കാസർഗോഡും മാവേലിക്കരയിലും വരെ ഇടതുപക്ഷം തോറ്റിട്ടും എങ്ങനെയാണ് ആലത്തൂരിൽ രമ്യ ഹരിദാസ് തോറ്റത് എന്നതിനെക്കുറിച്ച് അന്വേഷിച്ചാൽ കോൺഗ്രസ് നേതാക്കളുടെ ചതിയുടെയും വഞ്ചനയുടെയും കഥകൾ അറിയാം. ഈ വഞ്ചനയെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ അതിനടിയിൽ വന്ന കുറേയധികം കമൻറ്റുകൾ രമ്യ ഹരിദാസിനെ തോൽപ്പിച്ചത് മറുനാടനാണ് എന്നായിരുന്നു. മറുനാടൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ ചേർത്ത് പിടിച്ചതും പിന്തുണ നൽകിയതുമാണ് രമ്യ ഹരിദാസിനെ തോൽപ്പിച്ചത് എന്നാണ് ഒരുപറ്റം മുസ്ലിം നാമധാരികൾ ഇപ്പോൾ ആക്രോശിക്കുന്നത്. നിർഭാഗ്യവശാൽ മുസ്ലിം സമുദായത്തിനും വിശ്വാസത്തിനും പ്രവാചകനും പരിശുദ്ധ ഖുർആനുമെതിരെ ഒരു വരി പോലും പറഞ്ഞിട്ടില്ലാതിരുന്നിട്ടും മറുനാടനെ മുസ്ലിം വിരുദ്ധരാക്കി ചിത്രീകരിക്കുന്നത് ചിലരുടെ രഹസ്യ അജണ്ടയാണ്. അത്തരക്കാരാണ് രമ്യ ഹരിദാസ് എന്നെ ചേർത്ത് പിടിച്ചതിൻ്റെ പേരിലാണ് തോൽവി അടഞ്ഞത് എന്ന് പറയുന്നത്. എന്നെ പിണറായിയുടെ പോലീസ് വേട്ടയാടിയപ്പോൾ എന്നോടൊപ്പമുള്ള ചിത്രം ഫേസ്ബുക്കിലിട്ട് ആദ്യം പിന്തുണയറിയിച്ചു രമ്യ ഹരിദാസ്. അപ്പോഴേക്കും വെട്ടുക്കിളി ആക്രമണമുണ്ടായി. അപ്പോൾ മറുനാടൻ ഷാദിനൊപ്പം തന്നെ എന്ന് പറഞ്ഞ് മറ്റൊരു പോസ്റ്റ് കൂടിയിട്ടാണ് തൻ്റെ ധീരത തെളിയിച്ചത്. അതുകൊണ്ടാണ് രമ്യ ഹരിദാസ് തോറ്റുപോയത്. മറുനാടനെ പോലൊരു വർഗീയവാദിയെ പിന്തുണയ്ക്കുന്ന രമ്യയ്ക്ക് വേണ്ടി ഒപ്പം നിൽക്കാൻ ഇല്ല എന്ന് പറഞ്ഞ് പല സുഡാപ്പിക്കൂട്ടങ്ങളും രംഗത്തിറങ്ങി. ശ്രീജ നെയ്യാറ്റിൻകര എന്നു പേരുള്ള രാഷ്ട്രീയത്തിന്റെ അച്ചാരം വാങ്ങി ജീവിക്കുന്ന ഒരു പൊതുപ്രവർത്തക പരസ്യമായി തന്നെ രമ്യയെ അധിക്ഷേപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അവരൊക്കെ ഇപ്പോൾ ആഘോഷിക്കുകയാണ് ഷാദിനെ പിന്തുണച്ച് രമ്യയ്ക്ക് പണി കിട്ടിയെന്ന് പറഞ്ഞ്. അവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സംഖ്യ എന്ന് വിളിച്ച കെ സുധാകരൻ 1 ലക്ഷത്തിലധികം വോട്ടിന് ഭൂരിപക്ഷത്തിൽ കണ്ണൂരിൽ ജയിച്ചതെന്നാണ്. മറുനാടനെ ചേർത്ത് പിടിക്കുകയും മറുനാടനെ വേട്ടയാടാൻ വിട്ടുകൊടുക്കില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തത് കെ സുധാകരനായിരുന്നു. മുസ്ലിം വോട്ടുകൾ ആലത്തൂരേക്കാൾ കൂടുതലുള്ളത് കണ്ണൂരിലാണ്. 23% ആലത്തൂരിലെ മുസ്ലിം വോട്ടെങ്കിൽ 29% കണ്ണൂരിലെ മുസ്ലിം വോട്ട്. മറുനാടനെ ചേർത്ത് പിടിക്കുകയും പിണറായിയുടെ പോലീസിന് വേട്ടയാടാൻ വിട്ടുകൊടുക്കില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും അതിൽ നിന്ന് പിന്മാറാൻ സമ്മർദ്ദം ചെലുത്തിയവരോട് പോയി പണി നോക്കട എന്ന് വിളിച്ചു പറയുകയും ചെയ്ത കെ സുധാകരനെ 1 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കണ്ണൂരുകാർ ജയിപ്പിച്ചെങ്കിൽ നിങ്ങൾ സുഡാപ്പി കൂട്ടങ്ങൾ ആലോചിക്കുന്നത് പോലെ എല്ലാ മുസ്ലിമുകളെയും വർഗീയവാദികളാക്കരുത്. ഞാൻ വഴിയിലിറങ്ങി നടക്കുമ്പോൾ കാണുന്ന മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം മനുഷ്യരും എന്നോട് പറയുന്നത് സത്യം വിളിച്ചു പറയുന്നതിൽ അഭിമാനമുണ്ട്, ഒപ്പമുണ്ടെന്നാണ്. ഞാൻ ഇസ്ലാമിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ലെന്നും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കടന്നുകയറ്റത്തെയാണ് തുറന്നു കാട്ടുന്നതെന്നും തിരിച്ചറിയാനുള്ള വിവേകം മുസ്ലിം സമുദായത്തിനുണ്ട്. ഇത് മനസ്സിലാക്കാത്തവർ രമ്യ ഹരിദാസ് തോറ്റുപോയപ്പോൾ രമ്യയുടെ തോൽവിയുടെ കാരണം എന്നെ പിന്തുണച്ചതാണ് എന്ന് പറയുന്നെങ്കിൽ അവർ ഉത്തരം പറയേണ്ടത് എന്നെ പരസ്യമായി പിന്തുണച്ച, എന്നെ ചേർത്ത് പിടിച്ച കെ സുധാകരൻ എങ്ങനെയാണ് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ കണ്ണൂരിൽ നിന്ന് ജയിച്ചത് എന്നാണ്. അതും പോട്ടെ, മറ്റൊരു ചോദ്യം കൂടി ചോദിക്കേണ്ടതുണ്ട്. പ്രതിസന്ധി ഘട്ടത്തിൽ എന്നെ പരസ്യമായി തള്ളിപ്പറഞ്ഞ 2 കോൺഗ്രസ് നേതാക്കൾ മാത്രമാണ്. ഒന്ന് TN പ്രതാപനും 2 കെ മുരളീധരനും. തൃശ്ശൂരിൻ്റെ സിറ്റിംഗ് MP-യായ TN പ്രതാപനെ ഒടുവിൽ തോൽക്കുമെന്ന് ഭയന്ന് സീറ്റ് നിഷേധിക്കപ്പെട്ടു. 23% മുസ്ലിം വോട്ടുള്ള തൃശ്ശൂരിൽ TN പ്രതാപൻ നിന്നാൽ തോൽക്കുമെന്ന് ഉറപ്പായതുകൊണ്ടാണ് ആ സീറ്റ് നിഷേധിക്കപ്പെട്ടത്. എനിക്ക് സംഘയുടെ ഭാഷയാണെന്നും ഞാൻ ദളിത് നേതാവിനെ അപമാനിച്ചു എന്നുമൊക്കെ ഉളുപ്പില്ലാതെ പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞ് ഒരു വിഭാഗം ആളുകളുടെ പിന്തുണ ഉറപ്പിക്കാൻ ശ്രമിച്ച മുരളീധരൻ 8 നിലയിൽ തൃശ്ശൂരിൽ പൊട്ടിയത് എങ്ങനെയാണ്? തൃശ്ശൂരിലും ആലത്തൂരിലും മുസ്ലിം വോട്ടർമാരുടെ എണ്ണത്തിൽ കാര്യമായ വ്യത്യാസമൊന്നുമില്ല. മുരളീധരൻ തോൽക്കുക മാത്രമല്ല 3ാം സ്ഥാനം എന്ന നാണം കെട്ട അവസ്ഥയിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്തു. അപ്പോൾ പിന്നെ പറയൂ, രമ്യ ഹരിദാസ് മറുനാടനെ പിന്തുണച്ചതുകൊണ്ടാണ് തോറ്റതെന്ന് പറയുന്നവർ ഉത്തരം പറയേണ്ടത് എന്നെ പരസ്യമായി തള്ളിപ്പറഞ്ഞ കെ മുരളീധരൻ എന്തുകൊണ്ട് 8 നിലയിൽ പൊട്ടി 3ാം സ്ഥാനത്തിരുന്ന് നിലവിളിക്കുന്നു എന്നതാണ്. എന്നെ പിന്തുണച്ച മറ്റൊരു കോൺഗ്രസ് നേതാവ് ശശി തരൂരാണ്. ശശി തരൂരും എങ്ങനെയാണ് വിജയിച്ചതെന്ന് നിങ്ങൾ പറയണം. മറുനാടൻ തുറന്നു പറയുന്ന സത്യം ചിലരുടെയൊക്കെ മുഖം മൂടി മാറുന്നതുകൊണ്ടും അവരുടെ അജണ്ടയ്ക്ക് എതിരാകുന്നതുകൊണ്ടും ഒരു ജനതയെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളുണ്ടാക്കുന്ന മുസ്ലിം വിരുദ്ധ മൂടുപടം ഈ നാട്ടിലെ പ്രബുദ്ധരായ മനുഷ്യർ തള്ളിക്കളഞ്ഞു എന്നതിന് തെളിവാണ് ഇതൊക്കെ. സ്വന്തം പാർട്ടിക്കാർ കുതികാൽ വെട്ടിയും അപവാദം പറഞ്ഞ് ചതിച്ചും
തോൽപ്പിച്ചു കളഞ്ഞ രമ്യ ഹരിദാസിന്റെ തോൽവിയുടെ ഭാരം മറുനാടന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് മറുനാടനോടുള്ള ഒടുങ്ങാത്ത പക കൊണ്ടാണ്. പക്ഷെ നിങ്ങളുടെ പകയാണ് കേരളത്തിലെ സാധാരണ മനുഷ്യർക്ക് മറുനാടനോടുള്ള ഇഷ്ടത്തിന് കാരണമെന്ന് തിരിച്ചറിയുക.